പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. കർത്തൃകൃപയിൽ നിങ്ങളെല്ലാവരുമായിരിക്കുന്നല്ലോ. സങ്കീർത്തനം 23:5 നമുക്കറിയാം, ശത്രുക്കൾ കാണുക വിരുന്നൊരുക്കുന്നൊരു കർത്താവ് നമുക്കുണ്ട് എന്ന്. ഇന്ന് അല്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് എബ്രായ ലേഖനം 10-ാം അധ്യായം 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ ഞാൻ പറയുമ്പോൾ ശ്രദ്ധിച്ചൊന്ന് കേട്ടാട്ടെ. അതുകൊണ്ട് സഹോദരന്മാരെ, യേശുവിൻ്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളതുകൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക. പ്രത്യാശയുടെ സ്വീകാരം നാം മുറുകെ പിടിച്ചുള്ള വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ അല്ലോ. പ്രൈസ് ഗോഡ്. ശത്രുക്കൾ കാണുക ദൈവം മേശയൊരുക്കുമ്പോൾ അവരും ഒരു സ്ഥലം അപഹരിച്ചെടുക്കും അല്ലേ? എന്തുകൊണ്ടാണ് ഈ ശത്രുവിനെ ഓടിച്ച് കളയാത്തത്? സാഹചര്യത്തെ എന്തുകൊണ്ടാണ് ഒരു ചേഞ്ചിലേക്ക് കൊണ്ടുവരാത്തത്? ദൈവമൊരുക്കിയ വിരുന്നിൻ്റെ പ്രത്യേകത മനസ്സിലാക്കണം. കുഞ്ഞെ, നീ രാജാതി രാജാവിനോടുകൂടിയാണ് ഇരിക്കുന്നത്. ദ ഗോഡ് ഓഫ് ദ കോസ്മോസ്. നീ മേശയ്ക്കിരിക്കുമ്പോൾ, പന്തിയിലിരിക്കുമ്പോൾ ഏറ്റവും വൈസസ്റ്റ്, കൈൻഡസ്റ്റ്, മോസ്റ്റ് ലവിങ്, മോസ്റ്റ് ക്രിയേറ്റീവ്, മോസ്റ്റ് ജോയ്ഫിൽഡ്, മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് പേഴ്സൺ ഈ ഭൂമിയിലെ ആ വ്യക്തിയുമായിട്ടാണ് ഇരിക്കുന്നതെന്ന് ഒരു ബോധ്യം നമുക്ക് വേണം. നമ്മുടെ നേരെ ആർത്തലച്ചു വരുന്ന എല്ലാ യുദ്ധത്തിലും ദൈവം നമുക്ക് അടുത്ത സഹായിയായിട്ടുണ്ട് കേട്ടോ. ആ നല്ല സഹായി, ആ ഗുഡ് ഷെപ്പേർഡ് നമുക്കെപ്പോഴും അവൈലബിളുമാണ്, ആക്സസിബിളുമാണ്. അതായത് നമുക്ക് അവൻ്റെ അടുത്തേക്ക്, കൃപാസനത്തിൻ്റെ അടുത്തേക്ക് എപ്പം വേണമെങ്കിലും ധൈര്യത്തോടെ ചെല്ലാമെന്നേ. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നിനക്ക് മനസ്സിലായി കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലയേറിയതും ഏറ്റവും റിവാർഡായിട്ടുള്ളതുമായിട്ടുള്ളൊരു കാര്യമാണ് യേശു കർത്താവിനെ അടുത്തറിയുക എന്നുള്ളത്. അവങ്കിലേക്ക് നമ്മുടെ കണ്ണ് നട്ട് ഇപ്പോഴത്തെ പ്രസൻറ്റ് ഇനിമയും ജയിച്ച അതിന് ഓപ്പർച്യൂണിറ്റി തന്ന ദൈവത്തിന് നന്ദി കരയേറ്റിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. ശത്രു പലപ്പോഴും കടന്നു വരുന്നത് നമ്മളെ ഒന്ന് ഇൻവേഡ് ചെയ്യുവാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടോ, അറ്റാക്ക് ചെയ്യാനുള്ള സാഹചര്യമുണ്ടോ എന്ന് നോക്കിയാണ്. ദൈവത്തിലെ നീ എനിമയെ ഫോക്കസ് ചെയ്യുന്ന നിർത്ത്. നിൻ്റെ കണ്ണ് ദൈവത്തെങ്കിലേക്കായിത്തീരട്ടെ. അപ്പോൾ നമുക്ക് ഈ ശത്രുവിൻ്റെ ടാക്ടിക്സൊക്കെ മനസ്സിലാകും. നമ്മുടെ സിറ്റിംഗ് റൂമിൽ പോലും കയറ്റാതെ ഈ ശത്രുവിനെ എങ്ങോട്ട് ഓടിക്കണം എന്ന് നമുക്ക് മനസ്സിലാകും. പ്രൈസ് ദ ലോർഡ്. ഒഫൻസീവായിട്ടുള്ള കാര്യത്തിനും ഡിഫെൻസീവായിട്ടുള്ള കാര്യത്തിനും സകലത്തെയും തമ്മിൽ വേർതിരിക്കുവാൻ തക്കവണ്ണം കഴിയും. നമ്മൾ ദൈവത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് ദൈവത്തെ മാത്രം നോക്കിയിരുന്നാൽ കർത്താവ് ലജ്ജിപ്പിക്കത്തില്ല, അത് ശരി തന്നെ. എന്നാൽ ദൈവത്തെങ്കിലേക്ക് ചോദിച്ച് ആശ്രയിച്ച് അവൻ്റെ മുഖം നാം അന്വേഷിക്കണം. സങ്കീർത്തനം 27:8-13 പറയുന്നു, എൻ്റെ മുഖം അന്വേഷിപ്പീൻ, നിങ്ങൾ നിന്ന് കൽപ്പന വന്നുവെന്ന് എൻ്റെ ഹൃദയം പറയുന്നു. യഹോവയെ, ഞാൻ നിൻ്റെ മുഖം അന്വേഷിക്കുന്നു. 13 ഇങ്ങനെ പറയുന്നു, ഞാൻ ജീവനുള്ള ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. ദൈവത്തിൻ്റെ നന്മ കാണുവാൻ തക്കോണം നമുക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ഓർക്കണേ, നമുക്ക് നമ്മുടെ ജീവിതത്തിലൊരു ചോയ്സ് ഉണ്ട്. ദൈവം അറിയുന്ന ഒരു വ്യക്തിയായി ജീവിക്കാം, ദൈവത്തെ അറിയാത്ത ഒരു വ്യക്തിയായി ജീവിച്ച കാലഘട്ടം
നമ്മിൽ പലരിലും കാണും. എന്നാൽ വളരെ ഇൻറ്റിമേറ്റായിട്ട് ദൈവത്തെ സ്വീകരിച്ച് ഭയത്തോടെയുള്ളൊരു ജീവിതം നയിപ്പാൻ സ്വർഗം നമ്മളെയൊക്കെ സഹായിക്കും. അതുകൊണ്ട് എങ്ങനെയായി ഓൾമൈറ്റി ദൈവം ഇതെല്ലാം അറിയുന്നത്? ഞാൻ പറയാം, ദൈവവചനത്തിലൂടെ, യേശു കർത്താവ് എന്ന നാമത്തിലൂടെ, പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ, ഗൈഡൻസോടുകൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ കൊണ്ട് ദൈവം സഹായിക്കട്ടെ. ദൈവം ഒരു പേഴ്സൺഹുഡ് നമുക്കറിയാം. അതിനകത്ത് ഫുൾ വില്ലും ഫുൾ ഇമോഷനും എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്. ദൈവത്തിൻ്റെ എല്ലാ ആട്രിബ്യൂട്ട്സും നാം നല്ലവണ്ണം മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് ദൈവത്തെ പോലെ ആകാനും ജീവിപ്പാനും എന്തൊരു ഉത്സാഹമാണ്, അല്ലേ? ഒരു വ്യക്തിയെ അടുത്തറിയുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. ആദ്യം കാണുമ്പോൾ നമ്മൾ തന്നെ ചില കാര്യങ്ങൾ കണക്ക് കൂട്ടി നമ്മുടെ മനസ്സിൽ അങ്ങ് വെക്കും. നമ്മുടെ മനസ്സിൽ ചില അറിയാവുന്ന പഴയ കാര്യങ്ങളും കാണും. ദൈവമക്കളെ, ഞാൻ പറയട്ടെ, ട്രൂത്തായിട്ട് ഉള്ളത് ഒരു സത്യമേ കാണത്തുള്ളൂ. നമ്മൾ ആരെങ്കിലുമായിട്ടൊരു ക്ലോസ് കോണ്ടാക്റ്റിലിരിക്കുവാണെങ്കിൽ നമുക്കവരുടെ ഹൃദയം അറിയാൻ പറ്റും. സർഫസ് നോളജ് അതുമാത്രം കൊണ്ട് ഒരു കാര്യവും ഈ നാളിൽ നടക്കത്തില്ല. ദൈവം ഒരു ഡീപ്പ് ആൻഡ് പേഴ്സണൽ നോളജ് അതുമായിട്ട് നാം മുന്നോട്ട് പോകാൻ തക്കൊണ്ട് ആഗ്രഹിക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്കും അവൻ്റെ കൃപയെ ഒന്ന് ആഴത്തിൽ മനസ്സിലാക്കുവാൻ, ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ തക്കൊണ്ട് നമുക്ക് പഠിക്കാനിടയാകും. പ്രൈസ് ഗോഡ്. അവൻ്റെ കൃപ, അവൻ്റെ സ്നേഹം, അവൻ്റെ കരുണ, അവൻ്റെ വിശുദ്ധി, അവൻ്റെ ഒംനിപൊട്ടൻസ്, ഇതെല്ലാം നമുക്കും ആവശ്യമുള്ളതല്ലേ. ഒരിക്കലും ദൈവം നമ്മളെ ലജ്ജിപ്പിക്കത്തില്ല. എന്നാൽ നമുക്കൊരു ഫുൾ വിസ്ഡം തരേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കണം. ദൈവത്തെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുവാൻ തക്കണം ഇടയാകണം. അപ്പോൾ നിൻ്റെ ആപ്പിറ്റൈറ്റും നിൻ്റെ ഡിസയറും എല്ലാം മാറുമെന്നേ. യേശു കർത്താവിനെ പൂർണ്ണമായിട്ട് അറിയുവാനായിട്ട് ഒന്ന് തീരുമാനിച്ചേ. അവൻ്റെ സന്നിധിയിലേക്ക് ധൈര്യത്തോടെ കടന്നു വരാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. എന്നാൽ നമ്മുടെ നോട്ടം ഉയർത്തി എന്നുള്ളത് മാറാതെ ഇരിക്കണം. ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ നമ്മെ സൃഷ്ടിച്ചിരിക്കുന്ന വ്യക്തി ആത്മീയത്തിൽ മുന്നേറുവാൻ തക്കണം സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ. എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്താലും ദൈവത്തിൻ്റെ ഗ്ലോറിയുടെ ഒരു ഡിസ്പ്ലേ അതാവശ്യമാണ്. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ സന്തോഷത്തോടെ ആയിരിക്കണമെന്ന്. നമ്മൾ വാക്യം നമ്മൾ പറയുമല്ലോ, പ്രിയനെ നിൻ്റെ ആത്മാവ് സുഖമായിരിക്കുന്ന പോലെ നീ സകലത്തിലും സുഖവും ശുഭവും ആയിരിക്കണം. ഓരോ മൊമെൻറ്റും, ഓരോ സ്ട്രഗിളിലും കർത്താവ് നീതിയുള്ള ദൈവമാണെന്നും ഉത്തരമല്ലുന്ന ദൈവമാണെന്നും എല്ലാം നമ്മളെ മനസ്സിലാക്കി തരുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. കർത്താവിൻ്റെ ജയകൊടി നാട്ടി മുന്നോട്ട് ജീവിപ്പാൻ്റെ ഗുണം ദൈവം നമ്മെ സഹായിക്കട്ടെ. കണ്ണുടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നീ ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യണം. നീ ഞങ്ങൾക്ക് മുമ്പായി പുറപ്പെടണം. ശത്രുവിനെ കാൽ കീഴാക്കണം. കർത്താവിൻ്റെ കൃപ കണ്ട സാക്ഷികളായിട്ട്, മഹിമ കണ്ട സാക്ഷികളായിട്ട് ജീവിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണം. ഓരോ ദിവസം കഴിയും തോറും കർത്താവേ, ഞങ്ങളുടെ ആയുസ്സിൻ്റെ ദൈർഘ്യം കുറയുന്നു. എന്നാൽ ഞങ്ങൾ കർത്താവുമായിട്ടുള്ള ആ വലിയ ഇൻറ്റിമസിയിലേക്ക് ഈ നാളിൽ കൊണ്ടുവരണമേ. സഭയായി കൊണ്ടുവരുമാറണം. എല്ലാ വിഷയവും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു.